ആധുനിക സൗകര്യങ്ങളോടെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ജില്ലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ 10 സെന്റ് സ്ഥലത്ത് 1.48 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ശോചനീയ അവസ്ഥയിലായിരുന്ന ഓഫീസിന് പുതിയ ആസ്ഥാനമൊരുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വനം വകുപ്പിലെ പരിഷ്കരണങ്ങളിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് അന്ന് ശ്രദ്ധിക്കപ്പെടുന്നൊരു വകുപ്പായിരുന്നില്ല. ജനങ്ങളുമായി ഒരു ബന്ധമില്ലാത്തൊരു വകുപ്പ്. അത് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ കുറേ കാട്ടുകള്ളന്മാരുണ്ട്, അവിടെ കുറേ വേട്ട നായ്ക്കളെ പോലെ ചാടി വീഴുന്ന വേട്ടക്കാരായ ആളുകളുണ്ട്. അവരുടെ ഒരു ലോകം എന്നതിനപ്പുറം അതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷമായി അതിന് അവഗണിക്കുന്നതിന് പകരം ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ആലോചിച്ചത്. പല ആലോചനകളും നടന്നു. ഉബൈദുള്ളയും നിയമസഭയിൽ 2 പ്രാവശ്യം എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് മാത്രമല്ല, ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, ഈ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നത് വനംവകുപ്പിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ സബ്മിഷനുകൾ ഉന്നയിക്കപ്പെട്ടത് വനംവകുപ്പിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചതും വനംവകുപ്പിനെ കുറിച്ചാണ്. സ്പീക്കർ സാധാരണ സമ്മേളനം അവസാനിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ ഓഫീസിന് പുറമെ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ്, കോൺഫറൻസ് ഹാൾ, റെക്കോർഡ് റൂം എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഫോറസ്ട്രി ക്ലബ്ബ്, ഹരിതസമിതി ഏകോപനം, വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ട്. ചടങ്ങിൽ പി. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. സർപ്പ സന്നദ്ധ പ്രവർത്തകർക്കുള്ള കിറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. വിദ്യാവനം പദ്ധതിയുടെ ഭാഗമായി എത്തിയ വിദ്യാർത്ഥികളുമായി സംവദിച്ച മന്ത്രി അവർക്ക് വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, നോർത്തേൺ റീജിയൻ ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി, DFOമാരായ P. ദിനേഷ് കുമാർ, G. ധനിക് ലാൽ, DCF KA മുഹമ്മദ് സൈനുൽ ആബിദീൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലോക വന്യജീവി ദിനത്തിന്റെ ഭാഗമായി മാധ്യമ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. CCN മലപ്പുറം.